ഇതിനെയാണ് ബാഡ് ആപ്പിൾ എഫക്റ്റ് എന്ന് പറയാം. ബാഡ് ആപ്പിൾ ഒരു കാര്യം പറയാണ്ട് എൻ്റെ ഗ്രൂപ്പിൽ ഒരു പുതിയ കുട്ടി നടക്കണേ. ഗ്രൂപ്പ് ആക്ടിവിറ്റി ഗ്രൂപ്പിലാണോ? അത് നല്ല സ്കോർ ചെയ്യുന്നു നമ്മള്. ആ പുതിയ കുട്ടി പക്ഷേ നല്ല വികൃതിയാണ്. ഇപ്പോൾ അവൾ തീരെ സ്കോർ ചെയ്യൂല മാർക്ക്. ഇപ്പോൾ നല്ല ആക്റ്റീവ് ചെയ്യുന്നു നമ്മളെ ഗ്രൂപ്പ്. ഇപ്പോൾ നല്ല പ്ലേഫുൾ ആണ് നമ്മൾ. ഇപ്പോൾ ആ കുട്ടി വന്നതിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പ് അത്ര ആക്റ്റീവ് അല്ല, മാർക്ക് സ്കോർ ചെയ്യുന്നില്ല, ഫുൾ പ്ലേഫുൾ ആണ്, ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. ഈ ബാഡ് ആപ്പിൾ എഫക്റ്റ് എന്താണെന്നറിയോ? ഇത് 2006 നടന്നൊരു പഠനമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തതിന് ശേഷം അവരെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ആദ്യം ഇങ്ങനെ നോക്കി നല്ല പ്രൊഡക്റ്റീവായിരുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ലേസി ആയിട്ടുള്ള ഇങ്ങനെ അന്നോയിങ് ആയിട്ടുള്ള ഒരാളെ പ്ലേസ് ചെയ്തു. ഈ ഒരാളെ പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റി 40% കുറഞ്ഞതായിട്ടും അതേപോലെ തന്നെ അവരെ 50% തർക്കങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ കൂടിയതായിട്ടും അതേപോലെ തന്നെ ഒരു വർക്കിൻ്റെ ക്വാളിറ്റി 25% കുറഞ്ഞതായിട്ടുമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും ഏത് ഗ്രൂപ്പാണെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ ഒരൊറ്റ മോശപ്പെട്ട ആൾ മതി എല്ലാം തകിടം പറയാൻ. നമ്മളെല്ലാവരും അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ആൾ മതി എന്നുള്ളതാണ്. ഇതിനാണ് ബാഡ് ആപ്പിൾ എഫക്റ്റ് എന്നുള്ളത്.